നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ഇരുട്ടിലെവിടെയോ മറഞ്ഞു നിൽക്കുന്ന ഒരു ഭീകരരൂപിയായാണ് സാത്താനെ നമ്മൾ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് കുട്ടിക്കാലത്ത് നമ്മൾ വായിച്ചും കേട്ടറിഞ്ഞും ഉണ്ടായ കഥകളിലൊക്കെ ഇത്തരം ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സിൽ കോറിയിട്ടിട്ടുള്ളതും. എന്നാൽ കാലം മാറിയതോടെ സാത്താനും മാറി. രാത്രികളിൽ പതുങ്ങിയെത്തുന്ന ഭീകരരൂപിയോ ഏകാന്തതയിൽ നമ്മെ തേടിയെത്തുന്ന അമാനുഷികനോ ഒന്നുമല്ല സാത്താൻ ഇപ്പോൾ. പകരം ദൈവത്തെക്കാളും മനുഷ്യന് എത്തിച്ചേരാൻ കഴിയുന്ന അമാനുഷിക ശക്തി തരാൻ കഴിവുള്ള, വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു സുഹൃത്തായി സാത്താൻ ഡാർക്ക് വെബുകളിൽ നിറയുന്ന കാലമാണ് ഇത്. കടുത്ത ദൈവവിശ്വാസികൾ പോലും അറിഞ്ഞോ അറിയാതെയോ ഇത്തരം കെണികളിലേക്ക് വീണുപോകുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഇതോടെ സാത്താനെ ആരാധിച്ച് അമാനുഷികരാകാൻ കൊതിക്കുന്നവരുടെ എണ്ണവും ഇപ്പോൾ കൂടി വരികയാണ്. ഇവരിൽ ചിലരാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മരിച്ച നവീനും ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യയും. 3 പേരും മരിച്ചത് അന്യഗ്രഹത്തിൽ സുഖവാസത്തിന് പോകാം എന്ന ചിന്തയിലാണത്രേ. കേൾക്കുമ്പോൾ തികച്ചും ബാലിശമെന്നോ അബദ്ധമെന്നോ ഒക്കെ തോന്നാമെങ്കിലും ഇത്തരം ചിന്തകൾ നമ്മിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിൽ ഡാർക്ക് വെബ് ഉൾപ്പെടെയുള്ള സാത്താൻ സംഘങ്ങൾക്ക് കഴിയുന്നുണ്ട് ഇപ്പോഴും എന്നതാണ് യാഥാർത്ഥ്യം. ഇവരുടെ വലയിൽ കുടുങ്ങുന്നത് എല്ലായ്പ്പോഴും വിദ്യാഭ്യാസവും ജോലിയും ഒക്കെയുള്ള മിടുക്കർ തന്നെയാണ് എന്നതാണ് ഏറെ രസകരമായ വസ്തുതയും. ലോകത്തെമ്പാടും അതീവ രഹസ്യ സ്വഭാവത്തോടെ ദുരൂഹമായ അനുഷ്ഠാന രീതികളുമായി പ്രവർത്തിക്കുന്ന ഫ്രീ മേസൺറി സംഘത്തിൽ ഡോക്ടർമാരും ജഡ്ജിമാരും മറ്റ് പ്രൊഫഷണലുകളുമൊക്കെയാണ് ഉള്ളതത്രേ. തിന്മയുടെ ശക്തിയെ ആരാധിക്കുന്നവരുടെയും ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെയും പ്രവർത്തനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ തന്നെ ലോകത്തിൽ ദൃശ്യമാണ്. എന്നാൽ സമീപകാലത്ത് ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നതായാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതോടൊപ്പം ഇത്തരം ശക്തികൾ പുതിയ തന്ത്രങ്ങൾ അവലംബിച്ച് കൂടുതൽ ഇരകളെ തങ്ങളുടെ കെണികളിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ട ദമ്പതികളുടെയും അധ്യാപിക ആര്യയുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ദേവിയുടെയും ആര്യയുടെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരത്തുള്ള ഇവരുടെ വീടുകളിലേക്കും നവീന്റെ മൃതദേഹം കോട്ടയത്തേക്കും കൊണ്ടുപോയി. നവീൻ തോമസിന്റെ സ്വാധീനത്തിലാണ് മൂവരും അരുണാചലിലേക്ക് പോയത് എന്നും മരണത്തിലേക്ക് ഇവരെ ആകൃഷ്ടരാക്കിയത് ഇയാൾ ആണ് എന്നുമാണ് പോലീസിനിപ്പോൾ വ്യക്തമായിട്ടുള്ളത്. മരിച്ചാൽ അന്യഗ്രഹത്തിൽ സുഖജീവിതമുണ്ട് എന്ന് നവീൻ 2 പേരെയും വിശ്വസിപ്പിച്ചിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. പ്രത്യേക രീതിയിലുള്ള മരണത്തിലൂടെ അന്യഗ്രഹത്തിലെത്താൻ കഴിയുമെന്നാണ് നവീൻ ഇവരോട് പറഞ്ഞിട്ടുള്ളത്. ഇരുണ്ട ജീവിതത്തോടുള്ള അഭിനിവേശം നവീൻ ഉണ്ടായത് ഡാർക്ക് നെറ്റിൽ നിന്നാണ് എന്നാണ് സൂചന. ഇവരെ സ്വാധീനിച്ച മറ്റു ഗ്രൂപ്പുകളുണ്ടോ എന്നതെല്ലാം പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി ദേവി, 40 വയസ്സാണ് അവർക്ക്. ഭർത്താവ് കോട്ടയം മീനടം സ്വദേശി നവീൻ തോമസ്, സുഹൃത്തായ വട്ടിയൂർക്കാവ് സ്വദേശി ആര്യ നായർ. ഇവരെ ചൊവ്വാഴ്ചയാണ് അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാർച്ച് 27-നാണ് ആര്യയെ തിരുവനന്തപുരത്തു നിന്ന് കാണാതായത്. ആര്യയെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം വട്ടിയൂർക്കാവിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ആര്യ നവീനും ഭാര്യ ദേവിക്കുമൊപ്പം അരുണാചലിലേക്ക് പോയി എന്ന് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായത്. ബൈബിൾ പ്രകാരം ലൂസിഫറാണ് തിന്മയുടെ പ്രതിരൂപം. സാത്താനെ പിന്തുടരുന്നവരുടെ ആരാധനാമൂർത്തിയാണ് ലൂസിഫർ. ദൈവത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ പേരിൽ സ്വർഗത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് പുറന്തള്ളപ്പെട്ട മാലാഖ വൃന്ദത്തിന്റെ നേതാവായിരുന്നു ലൂസിഫർ. അന്ധകാരത്തിലേക്ക് തള്ളിപ്പെട്ട ലൂസിഫറും അവന്റെ അനുയായികളും ഇന്നും ഭൂമിയിൽ ദൈവത്തിനെതിരായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് വിശ്വാസം. ബൈബിളിൽ ഏശയ്യയുടെ പുസ്തകത്തിലെ 14-ാം അധ്യായത്തിൽ ഈ പരാമർശങ്ങളെല്ലാം ഉണ്ട്. ഇത്തരം ഗ്രൂപ്പുകളുടെ സംഘടിതമായ പ്രവർത്തനം ലോകമെമ്പാടും ഇപ്പോൾ ശക്തമാണ്. 1960-ൽ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ആന്റൺ എസ് ലാവെ എന്നയാളാണ് ചർച്ച് ഓഫ് സാത്താൻ എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ഇതോടെയാണ് സാത്താൻ പ്രേമികളുടെ സംഘടിതമായ പ്രവർത്തനം തുടങ്ങുന്നതും. ക്രൈസ്തവ സഭയുടെ ചിട്ടവട്ടങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വികലമായ രീതിയിൽ അനുകരിച്ച് സാത്താനിക അനുഷ്ഠാനങ്ങൾ രൂപപ്പെടുത്തുകയാണ് ഇയാൾ ആദ്യം ചെയ്തത്. ഇതിനായി സാത്താനിക ബൈബിൾ, സാത്താനിക അനുഷ്ഠാനങ്ങൾ എന്നിങ്ങനെ 2 ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇന്ന് സാത്താൻ പ്രേമികളുടെ ആശയങ്ങളുടെ അടിസ്ഥാനം ഈ 2 ഗ്രന്ഥങ്ങളാണ്. സാത്താനിക മാമോദീസ, വിവാഹം, ശവസംസ്കാരം ഇതൊക്കെ തന്നെ അനുയായികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പുലിത്തോൾ ധരിച്ച അർദ്ധനഗ്നയായ സ്ത്രീകളെ അനുഷ്ഠാനങ്ങളുടെ പീഠമായാണ് ഉപയോഗിക്കുന്നത്. ലാവയുടെ 2ാം ഭാര്യ ഡയാന സാത്താൻ സഭയുടെ ഉയർന്ന പുരോഹിതയായിട്ടുണ്ട്. മക്കളെ ഇരുവരെയും ഇയാൾ സാത്താനിക മാമോദീസയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. മകൾ കാർല യൂണിവേഴ്സിറ്റികളിലും കോളേജിലുമൊക്കെ സാത്താനിക തത്വങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമൊക്കെ ക്ലാസുകൾ എടുത്തിട്ട്
യുവതലമുറയെ വലയിൽ വീഴ്ത്തിയിട്ടുമുണ്ട്. ദൈവവിശ്വാസത്തിനും നന്മയുടെ പ്രമാണങ്ങൾക്കും എതിരായ ഇത്തരം പ്രവർത്തനങ്ങളും പഠനങ്ങളും പെട്ടെന്നു തന്നെ അന്നത്തെ മാധ്യമങ്ങൾ ആഘോഷമാക്കുകയും ചെയ്തിരുന്നു. അതീവ അപകടകരമായ ആശയങ്ങൾ തന്നെയാണ് ലാവെ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് പങ്കുവച്ചു നൽകിയത്. വ്യവസ്ഥാപിത സംവിധാനങ്ങളുടെ കടുത്ത എതിർപ്പ് സാത്താൻ സഭയുടെ മുഖമുദ്രയായിരുന്നു. സ്വന്തം സുഖം, സന്തോഷം, പ്രതികാരം എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. ലൈംഗിക ആസക്തികളും വൈകൃതങ്ങളും മയക്കുമരുന്നും ഇത്തരം സംഘങ്ങളിലേക്ക് ഈയാമ്പാറ്റുകളെ പോലെ പറന്നെടുക്കാൻ ആളുകൾക്ക് പ്രേരണയാവുകയും ചെയ്തു. പൂജ്യമായ വസ്തുക്കളെ നിന്ദിക്കുന്നതും അവഹേളിക്കുന്നതുമാണ് സാത്താൻ പ്രേമികളുടെ അനുഷ്ഠാനങ്ങൾ. ബ്ലാക്ക് മാസ് എന്നറിയപ്പെടുന്ന കറുത്ത കുർബാനയാണ് ഇതിൽ പ്രധാനം. വിശുദ്ധ കുർബാനയെ വികലമായി അനുകരിച്ച് നടത്തുന്ന സാത്താൻ പൂജയാണ് ഇത്. ഇത്തരം കർമ്മങ്ങൾക്കായി ദേവാലയങ്ങളിൽ നിന്ന് തിരുവോസ്തി കവർന്നെടുക്കുകയോ ആർക്കെങ്കിലും പണമോ മറ്റോ നൽകി സ്വാധീനിച്ച് സ്വന്തമാക്കുകയോ ചെയ്യുന്ന സംഭവങ്ങൾ വരെ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. സാത്താനിക ആശയങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിക്കാനും സൂചിപ്പിക്കാനുമായി ചിഹ്നങ്ങളും ചിത്രങ്ങളും അക്കങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സ്വന്തം ശരീരത്തിൽ ഇത്തരം പ്രതീകങ്ങൾ പച്ചകുത്തിയവരുണ്ട്. നിരുപദ്രവകരം എന്ന് തോന്നാവുന്ന തരത്തിൽ സമൂഹത്തിൽ ഇവ പ്രചരിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ആഭരണങ്ങളായും സ്റ്റിക്കറുകളായും ടാറ്റുകളായും ഒക്കെ ഇത്തരം പ്രതീകങ്ങൾ ദൈവവിശ്വാസികൾക്കിടയിൽ പോലും കടന്നുകയറിയിട്ടുണ്ട്. കളിപ്പാട്ടങ്ങൾ, കാർട്ടൂണുകൾ, ചിത്രകഥകൾ, വീഡിയോ ഗെയിമുകൾ, കമ്പ്യൂട്ടർ ഗെയിമുകൾ തുടങ്ങിയവയിൽ പോലും ഇത്തരം പ്രതീകങ്ങളാണ് ഒളിച്ചിരിക്കുന്നത്. തലകീഴായ കുരിശ്, തലകീഴായ പെന്റഗ്രാം, 666 എന്ന നമ്പർ, സാത്താനിക പദങ്ങളുടെ തിരിച്ചെഴുത്ത്, കോഡ് വാക്കുകൾ തുടങ്ങിയൊക്കെ സാത്താൻ പ്രേമികൾ ഇപ്പോൾ വ്യാപകമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. വെളിപ്പാടിന്റെ പുസ്തകത്തിലെ തിന്മയുടെ ശക്തിയുടെ അടയാളമായി 666 എന്ന പരാമർശം കൊടുത്തിട്ടുണ്ട്. ഇത് ഗോപ്യമായി സൂചിപ്പിക്കാനാണ് ഇംഗ്ലീഷിലെ 6ാമത്തെ അക്ഷരമായ FFF എന്നാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഡൂം, ഗിറ്റാർ ഹീറോ 3, ഡെവിൾ മേ ക്രൈ, ദ ബൈൻഡിംഗ് ഓഫ് ഐസക്, ദ നിഞ്ച കിഡ്സ് തുടങ്ങിയവയെല്ലാം സാത്താനികമായ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള വീഡിയോ ഗെയിമുകളാണ്. കുട്ടികൾക്കിടയിൽ ഏറെ പ്രചാരം നേടിയിട്ടുള്ള കാർട്ടൂൺ കഥാപാത്രമായ സ്പൈഡർമാൻ പോലും സാത്താനിക കൈമുദ്ര കാണിക്കുന്നുണ്ട്. ചൂണ്ടുവിരലും ചെറുവിരലും കൊമ്പുകൾ പോലെ മുകളിലേക്ക് ഉയർത്തി കാണിക്കുന്ന ഈ മുദ്ര സാത്താനെ പ്രതിനിധീകരിക്കുന്നതാണ്. ഈ മുദ്ര കാണിക്കുന്നവർ സാത്താൻ ജയിക്കട്ടെ എന്ന ആശയമാണ് പ്രകടിപ്പിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഈ മുദ്ര പലരും ഇപ്പോൾ കാണിക്കുന്നത് കാണാറുണ്ട്. ഇവിടെ നവീനും ആര്യയും ദേവിയും സംസാരിച്ചിരുന്നത് മിതി എന്ന അന്യഗ്രഹ ജീവിയോടാണത്രേ. അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചും മനുഷ്യന്റെ ബുദ്ധിവികാസത്തെക്കുറിച്ചും പരിണാമത്തെക്കുറിച്ചും വിവരിച്ചു പറയുന്ന മിതി ദിനോസറുകൾക്ക് ഭൂമിയിൽ വംശനാശം സംഭവിച്ചിട്ടില്ല എന്നും ഇവയെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തതെന്നും ഭൂമിയിലെ 90% മനുഷ്യരെയും മറ്റ് 2 ഗ്രഹങ്ങളിലേക്ക് മാറ്റാൻ കഴിയുമെന്നുമൊക്കെയാണ് വിശ്വസിപ്പിച്ചിട്ടുള്ളത്. അന്യഗ്രഹത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള സ്പേസ് ഷിപ്പുകളുടെ പല ചിത്രങ്ങളും മരിച്ച 3 പേരുടെയും ലാപ്ടോപ്പുകളിലുണ്ട്. ഉൽക്കകളിലെ ആന്റി കാർബൺ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ടാണ് സ്പേസ് ഷിപ്പുകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് മൂവരെയും മിതി എന്ന അന്യഗ്രഹ ജീവി വിശ്വസിപ്പിച്ചിട്ടുള്ളത്. ഡോക്ടർമാരായ നവീനും ദേവിയും അധ്യാപികയായ ആര്യയും കാണിച്ചുകൂട്ടിയ അന്ധവിശ്വാസങ്ങൾ ഇപ്പോൾ പോലീസിനെ പോലും ഞെട്ടിപ്പിക്കുകയാണ്. ശാസ്ത്രവുമായി വളരെ അടുത്ത് നിൽക്കുന്നവരാണ് ഇത്തരമൊരു കെണിയിൽ ചാടിയിരിക്കുന്നത് എന്നതും അന്വേഷണ സംഘത്തിന് അത്ഭുതമായിട്ടുണ്ട്. ഒരുപക്ഷെ മിതി പറഞ്ഞിട്ടാകാം ഇവർ അരുണാചൽ പ്രദേശിലേക്ക് പോയത്. അരുണാചലിൽ പോയി മരിച്ചാൽ അന്യഗ്രഹത്തിലേക്ക് പോകാമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ആൻഡ്രോമേഡ ഗാലക്സിയിൽ ജീവിക്കുന്ന മിതി എന്ന ഈ അന്യഗ്രഹ ജീവി ആരാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി. വൈകുന്ന ഓരോ നിമിഷവും ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടേക്കാം എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മലയാളി വാർത്ത ആനുകാലികം.